എല്ലാവർക്കും നമസ്കാരം. സാമൂഹ്യ പരിണാമത്തിൻ്റെ വഴികൾ എന്ന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ പരിണാമം എന്ന് പറയുന്ന വിഷയം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. നിരവധി വർഷങ്ങൾ നീണ്ടുകിടക്കുന്ന ഈ ഒരു പ്രയാണത്തെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിപാദിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിനെ ഗുണപരമായും അല്ലാതെയും സ്വാധീനിച്ച സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയം അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. മനുഷ്യനെക്കുറിച്ചും സമൂഹത്തിനെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മളെല്ലാവരും പറയുന്ന ഒരു വാചകം എന്നുള്ളത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതാണ്. മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സാമൂഹ്യ രീതികളിലും അതുപോലെ തന്നെ പെരുമാറ്റ ഘടനകളിലുമെല്ലാം കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് മനുഷ്യൻ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത്. മനുഷ്യൻ്റെ സാമൂഹ്യ ലോകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ഡൈനാമിക്കാണ്, ചലനാത്മകമാണ്. അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള ഒരു സാമൂഹ്യ ലോകത്താണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടങ്ങളായി ഘടനയില്ലാത്ത ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന മനുഷ്യനിൽ നിന്നും ഇന്ന് കാണുന്ന പിന്നീട് നാഗരികതയിലേക്കും ഇന്ന് കാണുന്ന ആധുനിക സമൂഹത്തിലേക്കുമുള്ള മനുഷ്യൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് വളരെ സുദീർഘമായ ഒന്നാണ്. സാമൂഹ്യ ഘടനയുടെ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ എന്നിവയിൽ കാലക്രമേണ ഉണ്ടാകുന്നതും തുടർച്ചയായതുമായിട്ടുള്ള അതുപോലെ തന്നെ പ്രാമാണികവുമായിട്ടുള്ള മാറ്റത്തിനെ നമുക്ക് ഒരു സാമൂഹ്യ പരിണാമം എന്നുള്ള ഒരു ഡെഫിനിഷനിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. മനുഷ്യരുടെ പരസ്പര സംഘർഷത്തിൽ നിന്നും അതുപോലെ സഹകരണത്തിൽ നിന്നും കണ്ടുപിടുത്തങ്ങളിൽ നിന്നുമെല്ലാം ഉണ്ടാകുന്ന സാമൂഹ്യ പുരോഗതിയും പരിവർത്തനവുമെല്ലാം തന്നെ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, രാഷ്ട്രീയവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ സാമൂഹ്യ പരിണാമത്തിൻ്റെ ചാലക ശക്തികളായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഘടകങ്ങളാണ്. മനുഷ്യ സമൂഹം പല ഘട്ടങ്ങളിലൂടെ ഇത്രയും കാലത്തിനിടയിൽ കടന്നുപോയിട്ടുണ്ട്. സാമൂഹ്യ പരിണാമവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പിന്തുടരുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞരെ, ചരിത്രകാരന്മാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലരുടെ സിദ്ധാന്തങ്ങളെല്ലാം വളരെ ബൃഹത്തായ കാലഘട്ടത്തിനെ ഉൾക്കൊള്ളുന്നതാണ്, അല്ലാത്തതുമായിട്ടുള്ള രീതിയിലും സമൂഹത്തിനെ പഠിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് എല്ലാവരും, എല്ലാ പണ്ഡിതരും പൊതുവിൽ യോജിച്ചു പോകുന്ന രണ്ട് ഘട്ടങ്ങൾ, ഒന്ന് മനുഷ്യ സമൂഹ പരിണാമവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് സുപ്രധാന ഘട്ടങ്ങൾ, ഒന്ന് കാർഷിക വിപ്ലവവും രണ്ട് വ്യവസായ വിപ്ലവവുമാണ്. മനുഷ്യൻ്റെ സാംസ്കാരിക ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച ഘട്ടങ്ങൾ എന്നുള്ള നിലയിൽ ഈ രണ്ട് ഘട്ടങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സിദ്ധാന്തങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത്. മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും എല്ലാം സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസർ, ലൂയിസ് ഹെൻറി മോർഗൻ, എഡ്വേർഡ് ടെയ്ലർ തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ഇതിന് ശേഷം 1930കളിലും 40കളിലും എല്ലാം തന്നെ പുതിയ തരത്തിലുള്ള പഠനങ്ങൾ, ഗോർഡൻ ചൈൽഡിനെ പോലെയുള്ളവരുടെ പഠനങ്ങൾ വരുന്നുണ്ട്. പിന്നീട് 60കളിലും 70കളിലും എല്ലാം തന്നെ വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ എല്ലാ സിദ്ധാന്തങ്ങളും വളരെ ക്വിക്കായിട്ടൊന്ന് പരിശോധിച്ചാൽ എല്ലാ സിദ്ധാന്തങ്ങളിലും നമുക്ക് ഒരു പരിണാമവുമായി ബന്ധപ്പെട്ട, സാമൂഹ്യ പരിണാമവുമായി ബന്ധപ്പെട്ട ഏകീകൃതമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും നവീന ശിലായുഗ വിപ്ലവത്തിനെയും നാഗരികതകളുടെ ഉദയത്തിനെയും, അതായത് സിവിലൈസേഷൻസിൻ്റെ ഒരു ഉദയത്തിനെയും രണ്ട് പ്രധാനപ്പെട്ട പരിണാമഘട്ടങ്ങളായി ഇവരെല്ലാവരും കണക്കാക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ മുതലാളിത്ത സാമ്പത്തിക ക്രമത്തിൻ്റെ ഉദയവും അതുപോലെ തന്നെ വ്യവസായ വിപ്ലവവും, ഇതുമായി ചേർന്ന് നിൽക്കുന്ന വ്യവസായ വിപ്ലവത്തിൻ്റെ ഘട്ടവുമെല്ലാം തന്നെ വീണ്ടും സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇതിൽ മാർക്സിയൻ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 5 ഘട്ടങ്ങളിലൂടെയുള്ള സാമൂഹ്യ പരിണാമം എന്ന് പറയുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തിൽ തുടങ്ങി പിന്നീട് ഫ്യൂഡലിസം അഥവാ ജന്മിത്ത നാടുവാഴി വ്യവസ്ഥ, അതിനുശേഷം ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം എന്ന് പറയുന്ന 5 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യ സമൂഹം പരിവർത്തനപ്പെടുന്നത് എന്ന ആശയമാണ് മാർക്സിയൻ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രാകൃത കമ്മ്യൂണിസം അഥവാ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു വർഗരഹിത സമൂഹമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രേണീവൽക്കരിക്കപ്പെടാത്ത ഒരു സമൂഹമായിട്ടാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ കാലഘട്ടത്തിലെ സമൂഹം നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വർഗവിഭജനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെയോ ഒരു പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ക്ലാനുകളായോ കുടുംബങ്ങളായോ മനുഷ്യർ ജീവിച്ചു പോന്നിരുന്ന കൂട്ടായ സഹകരണത്തോടുകൂടി ഉപജീവന മാർഗങ്ങൾ കണ്ടുപിടിച്ചിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു ആദ്യത്തെ ഘട്ടത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായ വേർതിരിവുകൾ, ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വേർതിരിവുകൾ നിലനിന്നിരുന്ന ഭൂമിയുടെ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സൈനിക സേവന വ്യവസ്ഥയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ജന്മിത്ത നാടുവാഴി സമ്പ്രദായം അഥവാ ഫ്യൂഡലിസമാണ് അടുത്ത ഘട്ടമായിട്ട് മാർക്സിസ്റ്റുകൾ ഈ മനുഷ്യ സാമൂഹ്യ പരിണാമത്തിലെ രണ്ടാമത്തെ ഘട്ടമായിട്ട് വിലയിരുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ആരാണോ സ്വത്ത് കൈവശം വയ്ക്കുന്നത്, അധികാരം കൈവശം വയ്ക്കുന്നത്, അവർ ഇല്ലാത്ത മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ടാണ് ഫ്യൂഡലിസത്തിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് വ്യവസായ വിപ്ലവത്തോടെ ശക്തി പ്രാപിച്ചു വന്ന ഒരു മുതലാളിത്തത്തിൻ്റെ ഘട്ടമുണ്ട്. തീർത്തും വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ മനുഷ്യാധ്വാനം പോലും ചൂഷണത്തിന് ഇരയാകുന്നു എന്ന് പറയുന്ന ആ ഒരു ഘട്ടമാണ് നെക്സ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് സാമൂഹ്യ വികാസ പരിണാമഘട്ടത്തിലെ അടുത്ത ഘട്ടം ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സോഷ്യലിസത്തിൻ്റെ ഘട്ടത്തിലേക്കും പിന്നീട് എല്ലാ തരത്തിലുള്ള ഭരണകൂടങ്ങളെയും സ്റ്റേറ്റിനെയും എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന അവസാന ഘട്ടത്തിലേക്ക് മനുഷ്യ സമൂഹം പുരോഗതി പ്രാപിച്ചെത്തും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഈ ഒരു സോഷ്യൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കൂടാതെ നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഫിലോസഫറും സോഷ്യോളജിസ്റ്റുമായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പരിണാമത്തിനെ ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. ദുർബലരായിട്ടുള്ള മനുഷ്യവംശങ്ങളും കൂട്ടങ്ങളും പിന്തള്ളപ്പെട്ടുകൊണ്ട് ശക്തരായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടങ്ങൾ, വിഭാഗങ്ങൾ മുന്നോട്ട് വന്ന് മറ്റുള്ളവരെ പിന്തള്ളും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹങ്ങൾ എങ്ങനെ പരുവപ്പെട്ടു എന്നും എങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി എന്നുമാണ് അദ്ദേഹം ഈ ഒരു സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയും ഒരു സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിനെ വിലയിരുത്തുമ്പോഴും ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സമയത്ത് തുടക്കം മുതൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ പരിണാമത്തിനെ മനസ്സിലാക്കി വരുന്നത് എന്നുള്ളത് ഒരു 3 ഘട്ടങ്ങളായിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതലുള്ള ഘട്ടത്തിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെ പ്രാക് ചരിത്ര ഘട്ടം അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ള പേരിലാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. ഇത് ശിലായുഗത്തിൽ ആരംഭിക്കുകയും പിന്നീട് വെങ്കലയുഗത്തിലേക്ക് ബ്രോൺസ് ഏജിലേക്ക് എത്തുകയും പിന്നീട് അയേൺ ഏജിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. എഴുതപ്പെടാത്ത ചരിത്രം ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഇതിനെ പ്രാക്ചരിത്ര കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയിൽ മുന്നോട്ടുള്ള പോക്കിൽ ഒരു സമൂഹമായി പരിവർത്തനപ്പെടുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പുകൾ നടത്തിയ കാലഘട്ടം എന്നുള്ള രീതിയിൽ ഈ പ്രാക്ചരിത്ര ഘട്ടത്തിന് അല്ലെങ്കിൽ ഈ 3 കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ഘട്ടത്തിന് വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇതിലെ ആദ്യഘട്ടമായിട്ടുള്ള സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിനെ നമ്മൾ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് പീരീഡ് എന്നും, മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് പീരീഡ് എന്നും, നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് പീരീഡും എന്നുമുള്ള 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. സാംസ്കാരിക പരിണാമത്തിൻ്റെയും സാങ്കേതിക വികാസത്തിൻ്റെയും എല്ലാം തന്നെ പടവുകൾ മനുഷ്യൻ ആദ്യമായിട്ട് ചവിട്ടിക്കയറാൻ ആരംഭിച്ചത് ഈ ഒരു ഘട്ടത്തിലാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ആദ്യത്തെ ശിലായുഗത്തിൻ്റെ ഉപയോഗം മുതൽ വെങ്കലയുഗത്തിൻ്റെ ഉപയോഗം വരെയുള്ള കാലഘട്ടത്തിനെ നമുക്ക് ശിലായുഗമായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. 2.6 മില്യൺ വർഷങ്ങൾക്ക് മുൻപ്, 2.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉത്ഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ ഇങ്ങനെ പറയുന്നത്. ഏകദേശം 3300 BC അവസാനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്ന ആദ്യഘട്ടം, ഇതിനെ ഗ്രീക്ക് ഭാഷയിൽ പുരാതനം എന്നർത്ഥം വരുന്ന പാലിയോ എന്നും കല്ല് എന്നർത്ഥം വരുന്ന ലിത്തിക് എന്ന് പറയുന്ന 2 വാക്കുകൾ യോജിച്ചാണ് പാലിയോലിത്തിക് എന്ന് പറയുന്ന ഒരു പേരുണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാലാവസ്ഥയിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരികയും വ്യത്യസ്ത തരം മനുഷ്യ സ്പീഷീസുകൾ നിലനിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അതിജീവനത്തിനായി തീർത്തും മിനുസപ്പെടാത്ത പരുക്കനായിട്ടുള്ള കല്ലുകൾ ഉപയോഗിക്കുകയും കൂട്ടമായി വേട്ടയാടൽ നടത്തുകയും ചെയ്തിരുന്നവരാണ് അന്നുണ്ടായിരുന്നത്. മരം അല്ലെങ്കിൽ അസ്ഥി പോലെയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കൂടുതലായിട്ടും ഇവർ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇരുണ്ടതും അതുപോലെ തന്നെ എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റാത്തതുമായിട്ടുള്ള ഗുഹകളിൽ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ മനുഷ്യർ ആലേഖനം ചെയ്തു വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഇത്തരം ഗുഹാചിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു, ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് എങ്ങനെയായിരുന്നു, ഉപജീവനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കരി കൊണ്ടും അല്ലെങ്കിൽ ചെമ്മണ്ണ് കൊണ്ടുമൊക്കെ ഗുഹകളിൽ വരച്ചിട്ട ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നത് സ്പെയിനിലെ ആൾട്ടാമിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗുഹയിലാണ്. ഒരു കാളയുടെ ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ ഭീംബേട്ക എന്ന് പറയുന്ന ഒരു ഗുഹ, അതിനുള്ളിൽ വരച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, കാശ്മീർ താഴ്വര, അതുപോലെ തന്നെ പഞ്ചാബിലെ സോഹൻ താഴ്വര തുടങ്ങി പല പ്രദേശങ്ങളിലും പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തെളിവുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ശിലായുഗത്തിൻ്റെ 2ാം ഘട്ടമായിട്ടുള്ള മധ്യശിലായുഗത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം BC 10,000-നും 8,000-നും ഇടയിൽ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിലെ ചൂട് ഗണ്യമായിട്ട് കൂടുകയും മഞ്ഞുപാളികൾ ഉരുകാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണം കണ്ടെത്തിയിരുന്നു. അതായത് ഹണ്ടിങ് ഗ്യാതറിങ് സ്റ്റേജ് ഈ രീതിക്ക് കുറച്ച് മാറ്റം സംഭവിക്കുന്നത് ഈ സമയത്താണ്. ചെത്തിമിനുക്കിയ ആയുധങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും നായ്ക്കളെ ഇണക്കി വളർത്താൻ ആരംഭിക്കുകയൊക്കെ ചെയ്തു. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ദി ആനിമൽസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. 7000 മുതൽ പിന്നീട് 1000 BC വരെ നിലനിൽക്കുന്ന ശിലായുഗത്തിലെ അവസാന ഘട്ടം, അതായത് നിയോലിത്തിക് പീരീഡ് അഥവാ നവീന ശിലായുഗം എന്ന് പറയുന്ന ഘട്ടമാണ് ശിലായുഗത്തിലെ ഏറ്റവും അവസാനവും സുപ്രധാനവുമായിട്ടുള്ള ഘട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു കാലഘട്ടം, കൂടുതൽ മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ ആരംഭിക്കുകയും ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മനുഷ്യൻ ജീവിതം ആരംഭിക്കുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്ത ഒരു ഘട്ടം കൂടിയാണിത്. ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ ഏറ്റവും ആധികാരികമായി ഒരു മാർക്സിയൻ ഫ്രെയിംവർക്കിൽ, മാർക്സിയൻ മെത്തഡോളജി രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു മാർക്സിസ്റ്റ് ബ്രിട്ടീഷ് ചരിത്രകാരനും പുരാവസ്തു ഗവേഷകനും അതുപോലെ തന്നെ ഭാഷാശാസ്ത്രജ്ഞനുമായ ഗോർഡൻ ചൈൽഡ്.
അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിലെ പരിവർത്തനത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് പല ഗ്രന്ഥങ്ങളും ഈ മേഖലയിൽ വളരെ അധികം വായിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൂടിയാണ്. ചരിത്രത്തിലെ ഡാന്യൂബ്, യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഉത്ഭവം, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ പരിണാമം എങ്ങനെ സംഭവിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമായിട്ട് ഈ നവീന ശിലായുഗത്തെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാർഷിക രംഗത്തേക്കുള്ള മനുഷ്യൻ്റെ പരിവർത്തനമാണ്. കാർഷിക വിപ്ലവം എന്നാണ് ഗോർഡൻ ചൈൽഡ് ഈ ഒരു ഘട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത്. നവീന ശിലായുഗ വിപ്ലവം എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇതിനെ പറയുന്നുണ്ട്. ചെറിയ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിന്നു പോന്നിരുന്ന മനുഷ്യൻ്റെ ജീവിതം, അത് ഈ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് മനുഷ്യൻ്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. നഗരങ്ങളിൽ വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഉണ്ടായി വരികയാണ്. മനുഷ്യൻ്റെ ഈ ഒരു ചേക്കേറലിനെ സൂചിപ്പിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊരു പദം നാഗരിക വിപ്ലവം അഥവാ അർബൻ റവല്യൂഷൻ എന്നുള്ളൊരു പദമാണ് ഗോർഡൻ ചൈൽഡ് ഉപയോഗിക്കുന്നത്. അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു ഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കാൻ തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള പുരാവസ്തു ഗവേഷണത്തിൻ്റെ ആർക്കിയോളജിയുടെ രീതികളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ശേഖരിച്ചിട്ടുള്ള തെളിവുകളെ അഥവാ സോഴ്സുകളെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യൻ്റെ ഈ ഒരു സാമൂഹ്യ പരിണാമ ഘട്ടത്തിൽ എന്തുകൊണ്ട് നവീന ശിലായുഗം പ്രാധാന്യമർഹിക്കുന്നു, അല്ലെങ്കിൽ നവീന ശിലായുഗം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്ത പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. നിരവധി കാരണങ്ങൾ ഇതിനായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഓരോ ഭൂപ്രദേശത്തിനും അനുസൃതമായിട്ട് ഈ കാരണങ്ങൾ മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഭൗതികമായിട്ടുള്ള ഉന്നതി, അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ മനുഷ്യനെ ഒരു സ്ഥലത്ത് ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു വാദഗതിയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ മികവാർന്ന രീതിയിലുള്ള കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചതിൻ്റെ കാരണമായിട്ടും ഇത് പറയുന്നുണ്ട്. ഇത് മനുഷ്യനെ കൃഷി ചെയ്യാനും ശേഷിയുള്ളവരാക്കി തീർത്തു എന്നുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. മറ്റൊരു നിഗമനം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ്. 14,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഹിമയുഗത്തിൻ്റെ അന്ത്യത്തിലെത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് വലിയ രീതിയിൽ കൃഷിയുടെ വ്യാപനത്തിന് കാരണമായതായിട്ട് കണക്കാക്കപ്പെടുന്നത്. പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലും അതുപോലെ തന്നെ കിഴക്ക് പേർഷ്യൻ ഉൾക്കടലിനും ഇടയിൽ കിടക്കുന്ന മെസപ്പട്ടോമിയ എന്ന് പറയുന്ന വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മേഖലയിലാണ് കൃഷി ആരംഭിച്ചത് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും വളരാൻ ആരംഭിച്ച ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഗോതമ്പും ബാർലിയും പോലെയുള്ള ധാന്യങ്ങളാണ്. നിലം വളരെ എളുപ്പത്തിൽ മനുഷ്യർക്ക് ഉഴുതുമറിക്കാൻ സാധിക്കുകയും അതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികൾ ഏതാണ് എന്നൊക്കെ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കുകയും പിന്നീട് മൃഗങ്ങൾ മനുഷ്യനെ അക്കമ്പനി ചെയ്യുകയും ഇതിൻ്റെയൊക്കെ കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് മനുഷ്യൻ ക്രമേണ പരിവർത്തനപ്പെട്ടു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാംസത്തിന് വേണ്ടി വേട്ടയാടിക്കൊണ്ടിരുന്ന മൃഗങ്ങളിൽ നിന്നും ആണ് പിന്നീട് ഇത്തരത്തിൽ കന്നുകാലി വളർത്തൽ ആരംഭിക്കുന്നത്. അങ്ങനെ കൂടുതൽ ശാരീരിക അധ്വാനം ആവശ്യമായിട്ട് വരുന്ന മേഖലകളിൽ മനുഷ്യൻ മാറി നിന്നുകൊണ്ട് അവിടെ മൃഗങ്ങളെ ഉപയോഗിക്കാൻ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടി മനുഷ്യൻ കടക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോർഡൻ ചൈൽഡ് ഈ ഒരു ഘട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് മാനവ ചരിത്രത്തിനെ, മൊത്തത്തിലുള്ള മാനവ ചരിത്രത്തിനെ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാം ഘട്ടമായിട്ടാണ്, ആദ്യത്തെ വിപ്ലവമായിട്ടാണ്. ലോകത്തിലെ പല വിപ്ലവങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിപ്ലവമുണ്ട്, അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള രംഗത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ മാനവ ചരിത്രത്തിലെ ഒന്നാം വിപ്ലവമായിട്ടാണ് ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ കാർഷിക വിപ്ലവത്തിനെ കണക്കാക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ വിപ്ലവമാണ് നേരത്തെ സൂചിപ്പിച്ച നാഗരിക വിപ്ലവം അല്ലെങ്കിൽ അർബൻ റെവല്യൂഷൻ എന്നും അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും വളരെ സങ്കീർണമായിട്ടുള്ള നാഗരികതയിലേക്ക് മനുഷ്യൻ ചുവടുമാറി. ഈ
തരത്തിൽ സംഭരിച്ചു വെക്കാൻ, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന തലത്തിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു ഘട്ടം കൂടിയാണ്. പ്രാക്ചരിത്രത്തിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് പിന്നീട് വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ശില കൊണ്ടുണ്ടാക്കിയ, കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളെ പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, അതിനെ കൈയൊഴിഞ്ഞുകൊണ്ട് ലോഹങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് വെങ്കലം കൊണ്ട് ഉണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ്റെ സാമൂഹ്യ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം, അതാണ് ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ സബ്സഹാറൻ ആഫ്രിക്ക പോലെ ചില ഭാഗങ്ങളിൽ നവീന ശിലായുഗത്തിൽ നിന്നും ഇരുമ്പ് യുഗത്തിലേക്ക്, അയേൺ ഏജിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നുണ്ട്. അവിടെ വെങ്കലയുഗം വരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ലോകത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ വെങ്കലയുഗത്തിലൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെങ്കലയുഗം പ്രാധാന്യമർഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, താരതമ്യേന കടുപ്പം കൂടിയ ഒരു ലോഹമാണ് വെങ്കലം. ഇത് വ്യാപകമാവുകയും നാഗരിക സംസ്കാരത്തിൻ്റെ ശക്തിപ്പെടൽ ഇതിലൂടെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രാചീന ലോകത്തിലെ സുപ്രധാനമായിട്ടുള്ള സംസ്കാരങ്ങളെല്ലാം തന്നെ ലോക ചരിത്രത്തിൻ്റെ മാനവ സംസ്കൃതിയുടെ കളിത്തൊട്ടിലുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസ്കാരങ്ങൾ ഉദയം ചെയ്ത കാലഘട്ടമായിട്ട് വെങ്കലയുഗത്തിനെ കാണാനായിട്ട് സാധിക്കും. അത് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഇടയിൽ കിടക്കുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്. അത് ഒറ്റ സംസ്കാരമല്ല, അതിൽ പല പല ഘട്ടങ്ങളുണ്ട്. സുമേറിയൻ, അസീറിയൻ, അക്കാഡിയൻ, ബാബിലോണിയൻ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഓരോ ഘട്ടങ്ങളിലും നിർണായകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഈ സംസ്കാരങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സുമേറിയയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് നീണ്ട നിരയാണ്. ലോകത്തിലെ ആദ്യത്തെ എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുമേറിയ, എഴുത്താവട്ടെ, കൃഷിയാവട്ടെ, അങ്ങനെ നിരവധി ജലസേചന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അങ്ങനെ നിരവധി ഒന്നാം സ്ഥാനം ഉള്ള ഒരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിലെ വെങ്കലയുഗത്തിൻ്റെ കേന്ദ്രമായിട്ട് നിന്നിരുന്ന സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം എന്നുകൂടി അറിയപ്പെടുന്ന ഇന്ത്യയിലും ഇന്നത്തെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സിന്ധു നദീതട സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് മനുഷ്യൻ്റെ സാമൂഹ്യ പരിണാമഘട്ടത്തിലെ. BC 3300 മുതൽ 1300 വരെയുള്ള കാലഘട്ടത്ത് വളരെയധികം മാറ്റങ്ങൾക്ക് ഈ ഒരു പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതുവരെ നമുക്ക് അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള, ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള സീലുകൾ, അതുപോലെ തന്നെ വളരെ ആസൂത്രണത്തോടുകൂടി നിർമ്മിച്ച നഗരങ്ങൾ, ഹരപ്പ, മൊഹൻജദാരോ, ലോത്തൽ, കാലിബംഗാൻ എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൃത്യമായിട്ടുള്ള അർബൻ ടൗൺ പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള നഗരങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അളവ് തൂക്ക് സംവിധാനങ്ങൾ, ജലഗതാഗത മാർഗങ്ങളെല്ലാം തന്നെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സവിശേഷതകളായിരുന്നു. എന്തുകൊണ്ട് ഇത് തകർന്നു പോയി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങളിൽപ്പെട്ടവരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും എല്ലാം തന്നെ ഈ മേഖലയിൽ ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു സംസ്കാരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വൈജാത്യമാർന്ന കാലാവസ്ഥകളും ഭൂപ്രകൃതിയും ഒക്കെ ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള പ്രദേശമായിട്ടുള്ള ഇന്നത്തെ ചൈനയിൽ മഹാനദികളായിട്ടുള്ള യാങ്സി എന്ന് പറയുന്ന നദിയും അതുപോലെ തന്നെ മഞ്ഞ നദിയും ഇതിൻ്റെയൊക്കെ തീരത്താണ് ഈ ഒരു വെങ്കല യുഗത്തിൻ്റെ സംസ്കാരം, ചൈനീസ് സിവിലൈസേഷൻ എന്നുള്ള പേരിൽ അഭിവൃദ്ധി പ്രാപിച്ചതായിട്ട് കാണാൻ പറ്റുന്നത്. നഗരവൽക്കരണവും അതുപോലെ പുതിയ രീതിയിലുള്ള സാമൂഹ്യക്രമങ്ങളും രാജഭരണവും എല്ലാം തന്നെ നിലനിന്നിരുന്ന പ്രദേശമാണ്. ഇവരുടെ എഴുത്ത് രീതികൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. മൃഗങ്ങളുടെ എല്ലുകളിലോ അല്ലെങ്കിൽ ആമയുടെ പുറന്തോടിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഇവർക്കുണ്ടായിരുന്നു. ഒറാക്കിൾ ബോൺ സ്ക്രിപ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ സുമേറിയയിൽ ക്യൂണിഫോം ലിപി വരുന്നുണ്ട്. അതുപോലെ ഇനി മറ്റൊരു സുപ്രധാനമായിട്ടുള്ള സംസ്കാരമായ നൈൽ നദിയുടെ തീരത്തുള്ള ഈജിപ്റ്റ്, ഇവിടെയും അവരുടേതായിട്ടുള്ള രീതിയിൽ ഹൈറോഗ്ലിഫിക്സ് ലിപി, എഴുത്തിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത് ഈ ഒരു
വെങ്കലയുഗ സംസ്കാരങ്ങളിലാണ്. അപ്പോൾ സുമേറിയക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതൽ ഉൽപാദനം വർദ്ധിക്കുന്ന സമയത്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളിലൂടെ ഈ മനുഷ്യർ ഇതെല്ലാം വാണിജ്യത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. വാണിജ്യത്തിൽ ഏർപ്പെടുമ്പോൾ അത്ര കാലം ഉണ്ടായിരുന്ന കാൽക്കുലേഷൻസ് അവർക്ക് പോരാതെ വരികയും ഇത് രേഖപ്പെടുത്തി വെക്കാൻ ആരംഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ എഴുത്ത് വിദ്യയുടെ ഒരു ആവിർഭാവം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വെങ്കല യുഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സംസ്കാരങ്ങൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ മേഖലയിലായാലും കെട്ടിട നിർമ്മാണത്തിൻ്റെ മേഖലയിലായാലും എല്ലാം തന്നെ നിർണായകമായിട്ടുള്ള രീതിയിൽ മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിയെ ബാധിച്ച അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഘട്ടമായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എത്തുന്നത് അയേൺ ഏജ് എന്ന് പറയുന്ന അടുത്ത ഒരു ഘട്ടത്തിലാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ കരുത്തേറിയ ഒരു ലോഹമാണ്. ഇതിൻ്റെ കണ്ടുപിടുത്തവും ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരവും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. സാംസ്കാരികമായി മാത്രമല്ല സാങ്കേതിക തലത്തിലും കാർഷിക രംഗത്തുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ആധിപത്യത്തിന് എന്താ പറയുക കുറെ കൂടി ശക്തി പകർന്ന ഒരു ലോഹമാണ്, കീഴ്പ്പെടുത്തലുകൾക്കൊക്കെ അധിനിവേശങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു ലോഹമായിട്ട് കൂടി നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി എന്ന് പറയുന്ന പ്രക്രിയയെ കൂടുതൽ എളുപ്പത്തിലാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ ഇത് നഗരങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പ്രാചീന ഇന്ത്യയിൽ ഇരുമ്പിൻ്റെ ഉപയോഗം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് BC 6-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വ്യാപകമായിട്ട് നമ്മൾ ഇരുമ്പ് ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ഫലഭൂയിഷ്ടമായിട്ട് കിടന്നിരുന്ന ഗംഗാനദിയുടെ സമതലങ്ങളിൽ അത്രകാലം മനുഷ്യർക്ക് വെട്ടിവെളുപ്പിക്കാൻ സാധിക്കാതിരുന്ന തിക്ക് ഫോറസ്റ്റ്, ആ കാട്ടുപ്രദേശങ്ങളെല്ലാം തന്നെ മനുഷ്യന് വെട്ടി വെളുപ്പിക്കാൻ സാധിക്കുകയും അവിടെ മനുഷ്യവാസം ആരംഭിക്കുകയും ആ മനുഷ്യവാസം കുറേ കൂടി ഡെവലപ്ഡായി വന്ന് ജനപദങ്ങൾ എന്നറിയപ്പെടുന്ന മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുകയും ഈ ജനപദങ്ങളിൽ തന്നെ ശക്തമായിട്ടുള്ള ജനപദങ്ങൾ പിന്നീട് മഹാജനപദങ്ങളായി മാറുകയും ഈ മഹാജനപദങ്ങൾ പിന്നീട് സാമ്രാജ്യമായി രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മഗധ സാമ്രാജ്യത്തിൻ്റെ ഉദയം. ഒരു മഹാജനപദത്തിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഇന്ത്യ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള സാമ്രാജ്യമായിട്ടുള്ള മഗധ സാമ്രാജ്യം രൂപം കൊള്ളുന്നതിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി കണക്കാക്കുന്നത് ഈ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ആയുധത്തിൻ്റെ ഉപയോഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു ലോക സംസ്കൃതി പുതിയൊരു മാനം കൈവരിച്ച ഈ ഒരു ഘട്ടത്തിൽ ഗ്രീസിനെ പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. ഗ്രീക്ക് സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യം ലോക ചരിത്രത്തിലുണ്ട്. ഗ്രീസിലെ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പുകഴ്പെറ്റൊരു കാലഘട്ടമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഈ സമയത്താണ് ഗ്രീസിൽ നഗരരാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിലനിന്നിരുന്ന, പ്രത്യേകിച്ച് ഏഥൻസ് പോലെയുള്ള നഗരരാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനമാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴയ രൂപമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പല നഗരരാഷ്ട്രങ്ങളും പല സ്വഭാവ സവിശേഷതകളുള്ളതായിരുന്നു. സ്പാർട്ടയുണ്ട്, കോറിന്ത് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള നഗരരാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏഥൻസിനെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ കലയുടെയും തത്വചിന്തയുടെയും സാഹിത്യത്തിൻ്റെയും എല്ലാം കേന്ദ്രമായിരുന്നു. അരിസ്റ്റോട്ടലും സോക്രട്ടീസും പ്ലാറ്റോയും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ആർക്കിടെക്ചർ, ഗ്രീക്ക് ആർക്കിടെക്ചർ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോയത് പലതരത്തിലുള്ള സാങ്കേതിക രംഗത്തെ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്ന ഒരു കാലഘട്ടം. ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അപ്പം ഏഥൻസിലെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്, സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് കുറേ കൂടി ഒരു കൾച്ചറൽ സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. പക്ഷേ തൊട്ടപ്പുറത്തെ
സ്പാർട്ട എന്ന് പറയുന്ന പ്രദേശം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യുദ്ധതന്ത്രത്തിൽ ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആയിരുന്നു. യുദ്ധതന്ത്രത്തിൽ നൈപുണ്യമേറിയ ഈ ഒരു സ്റ്റേറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീകൾക്ക് കുറേ കൂടി സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു ജനസമൂഹമാണ് സ്പാർട്ടയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൈനിക പരിശീലനത്തിൻ്റെയും രാഷ്ട്ര സേവനത്തിൻ്റെയും എല്ലാം ഒരു കുട്ടി ജനിക്കുന്ന കാലഘട്ടം മുതൽ ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാഷ്ട്രത്തിനെ സേവിക്കലാണ്. കുട്ടിയായിരുന്ന കാലം മുതൽ കഠിനമായിട്ടുള്ള സൈനിക പരിശീലനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് രാജ്യത്തിനെ സേവിക്കുന്ന ഒരു പൗരനായിട്ട് എങ്ങനെ ആ കുട്ടിയെ മാറ്റിയെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പ്രാചീനമായിട്ടുള്ള തെളിവ് നമുക്ക് ലഭിക്കുന്നത് സ്പാർട്ടയിൽ നിന്നാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളായാലും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏഥൻസ് സാംസ്കാരികമായിട്ടുള്ള മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്പാർട്ട മിലിറ്ററി വൈസ് ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു പ്രാചീന ഗ്രീക്ക് രാഷ്ട്രമായിരുന്ന മാസിഡോണിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് മാസിഡോണിയൻ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഒന്നിൻ്റെ ശില്പിയാണ്. യൂറോപ്പ് മുതൽ ഏഷ്യയിലെ ഇന്ത്യ വരെ വ്യാപിച്ചു കിടക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ ശില്പിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും എല്ലാം പടനയിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം കെട്ടിപ്പടുത്ത ഈ ഒരു സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ മരണം BC 323 സംഭവിക്കുന്നത് വരെ ഈ സാമ്രാജ്യം ഇങ്ങനെ വിസ്തൃതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എന്തുകൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മരണം മുതൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടുത്ത ഏറ്റവും ബൃഹത്തായിട്ടുള്ള സാമ്രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാമ്രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ വരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉദയം വരെയുള്ള കാലഘട്ടത്തിനെ ഹെല്ലനിസ്റ്റിക് കാലഘട്ടം എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഈ കാലയളവിലാണ് ഗ്രീക്ക് ഭാഷ, അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്ത, ഗ്രീക്ക് നിർമ്മാണ ശൈലി, സംഗീതം, സാഹിത്യം, അതുപോലെ തന്നെ അവരുടെ ഗണിതം, വൈദ്യം മുതലായവയെല്ലാം തന്നെ അലക്സാണ്ടറുടെ സൈന്യം സഞ്ചരിച്ച വഴികളിലൂടെ മറ്റ് ഭൂപ്രദേശങ്ങളിൽ എത്തിച്ചേരുകയും ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളുടെ സംസ്കാരത്തിനെ നമ്മുടെ സംഗീതത്തിലായാലും സാഹിത്യത്തിലായാലും വൈദ്യശാസ്ത്രത്തിലായാലും നിർമ്മാണത്തിലായാലും ശില്പങ്ങളിലായാലും എല്ലാം തന്നെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഈ ഒരു ഹെല്ലനിസ്റ്റിക് കാലഘട്ടത്തിലെ കോൺട്രിബ്യൂഷൻസ് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഏകശിലാത്മകമായിട്ടുള്ള ഒന്ന് അല്ല എന്നും പല ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പല ഘട്ടങ്ങളിലായിട്ട് ഇവോൾവ് ചെയ്തു വന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മനുഷ്യൻ്റെ പരസ്പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ, അത് അധിനിവേശങ്ങളിലൂടെയാകാം, കടന്നുകയറ്റങ്ങളിലൂടെയാകാം, സഹവർത്തിത്വത്തിലൂടെയാകാം, ഇതെല്ലാം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള സംസ്കാരമാണ് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിന് ശേഷം വന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്തത് പാശ്ചാത്യ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു റോമാ സാമ്രാജ്യത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ഘടനയിലെല്ലാം മാറ്റങ്ങൾ വരികയും വളരെ ശക്തമായിട്ടുള്ള സൈനിക അടിത്തറയുള്ള രാഷ്ട്രത്തിൻ്റെ ഒരു ഉദയം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റോമിൻ്റെ പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുന്നത്. യൂറോപ്പിലെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ രൂപീകരണത്തോടെ പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിൽ അവിടെ യൂറോപ്പിൽ അതിൻ്റെ രൂപീകരണം സംഭവിക്കുന്നു. പശ്ചിമ ഏഷ്യൻ പ്രദേശങ്ങളിൽ വേറെ രീതിയിലുള്ള സാമ്രാജ്യങ്ങൾ വരുന്നു. ഏഷ്യയിൽ മൗര്യ സാമ്രാജ്യം വരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടത്തോടു കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ത്രിയുഗ കാലഗണന സംവിധാനം, അതായത് ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടം അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ യൂറോപ്പിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും അതുപോലെ സ്കാൻഡിനേവിയൻ ഭാഗങ്ങളിലുമെല്ലാം ഈ ഇരുമ്പ് യുഗം ഈ സമയത്ത് അവസാനിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാലഗണനയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മനുഷ്യൻ്റെ സാമൂഹ്യ ചരിത്രത്തെ വിലയിരുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പുരാവസ്തു ശാസ്ത്രം, അതുപോലെ ഭൗതിക നരവംശാസ്ത്രം മുതലായ വിഷയങ്ങൾ കാലഗണനയുടെ അടിസ്ഥാനത്തിൽ പൊതുവെ
ഇത്തരം മനുഷ്യന്റെ സാമൂഹ്യ പരിണാമത്തെ വർഗീകരിക്കാറുണ്ടെങ്കിലും ഈ രീതി പൂർണ്ണമായിട്ടും ഒരു യൂറോപ്യൻ കേന്ദ്രീകൃതമായിട്ടുള്ള യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒന്നാണ് എന്നും അമിതമായി ലളിതവൽക്കരിക്കപ്പെട്ടതാണ് എന്നുമുള്ള വിമർശനങ്ങളുണ്ട്. 1877 പുറത്തിറങ്ങിയ പ്രാചീന സമൂഹം എന്നുള്ള ഗ്രന്ഥത്തിൽ അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി ഹെൻറിസ് മോർഗൻ ഇത്തരത്തിൽ ലോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തീർത്തും സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലുള്ള ഈ കാലഗണനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യവർഗങ്ങളുടെ താരതമ്യ പഠനത്തിൽ മനുഷ്യന്റെ സാമൂഹ്യ പരിണാമത്തിനെ വിലയിരുത്തുന്ന ഒരു രീതിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാചീന ലോകത്തിൽ നിന്നും മധ്യകാല ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ജന്മിത്ത നാടുവാഴി സമ്പ്രദായമാണ്. ഫ്യൂഡലിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകിച്ച് യൂറോപ്പിൽ നിലനിന്നിരുന്ന, യൂറോപ്പിൽ മാത്രമല്ല ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലുമെല്ലാം അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ നിലനിന്നിരുന്നു. ഇന്ത്യയിൽ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് അത് നിലനിന്നിരുന്നത്. യൂറോപ്പിലാണെങ്കിൽ നമ്മുടെ ഒരു കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ, സാമ്പത്തിക, നിയമ, മിലിറ്ററി, സാംസ്കാരിക ഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്യൂഡൽ സമ്പ്രദായത്തിനെ പറയാനായിട്ട് സാധിക്കും. ഇത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. ഫീഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തുണ്ട് ഭൂമി, ഒരു കഷ്ണം ഭൂമി എന്നർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉടലെടുക്കുന്നത്. രാജാവ് എന്ന് പറയുന്ന ഇതൊരു ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ ഏറ്റവും മുകളിൽ ഹൈറാർക്കിക്കൽ സൊസൈറ്റിയാണ്. ഈ ശ്രേണിയുടെ ഏറ്റവും മുകളിൽ രാജാവ് എന്ന് പറയുന്ന ആ ഒരു അധികാര കേന്ദ്രമാണ് ഉണ്ടായിരുന്നത്. ഈ രാജാവ് കഴം ഒഴിവാക്കി നൽകിയ ഭൂമി കൈവശം വെക്കുന്ന പ്രഭുക്കന്മാർ അതിന് പ്രത്യുപകാരമായിട്ട് രാജാവിനെ യുദ്ധത്തിൽ സഹായിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ സൈനിക വ്യവസ്ഥയും ഉൽപാദന ബന്ധവുമെല്ലാം തന്നെ മിക്സായി കിടന്നിരുന്ന ഒരു അവസ്ഥ. ചെറുകിട ഉൽപാദനത്തിൽ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറുകയും അതിൽ നിന്ന് മോചനമില്ലാതെ അതേ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ ജീവിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഇവിടെ നിലനിന്നിരുന്നത്. മുതലാളിത്തത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. മാർക്സ് ഫ്യൂഡലിസത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉദയത്തിന് മുമ്പുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ടാണ് മാർക്സ് ഇതിനെ കണക്കാക്കുന്നത്. കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമിയുടെ നിയന്ത്രണം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭു വർഗം, അതുപോലെ തന്നെ ആ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന മറ്റൊരു വിഭാഗം അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ, കുടിയാന്മാരായിട്ടുള്ള അടിമതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത്തരത്തിൽ ഒരു സംവിധാനം, ഈ സംവിധാനത്തിലൂടെ നിലനിന്നു പോരുന്ന തീർത്തും ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് മധ്യകാല ലോകത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ക്രമമായിട്ടുള്ള ഫ്യൂഡലിസത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി ഈ ഒരു ശ്രേണി കുറച്ചുകൂടെ ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ് ഫ്യൂഡലിസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയാറുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് രാജാവിനെയോ അല്ലെങ്കിൽ മതമേധാവിയായിട്ടുള്ള ആളിനെയോ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ നോബിൾസ് എന്ന് പറയുന്ന പ്രഭു വിഭാഗമാണ്. ഇവർ മിലിറ്ററി സർവീസ് രാജാവിന് പ്രത്യുപകാരമായിട്ട് നൽകുന്നു. അതിനും തൊട്ട് താഴെ നൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണ്. ഇത് ഈ നേരത്തെ സൂചിപ്പിച്ച നോബിൾസിൻ്റെ കുടിയാന്മാരായിട്ടുള്ള വിഭാഗമാണ്. ഇനി ഇതിൽ ഏറ്റവും താഴെയാണ് കൃഷിക്കാരുടെ ഒരു വിഭാഗം, സെർഫുകൾ അല്ലെങ്കിൽ വില്ലന്മാർ എന്നറിയപ്പെടുന്ന, അധ്വാനം മാത്രം നൽകിക്കൊണ്ട് അടിമതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരു വിഭാഗം. പിന്നീട് ഇത്രയും ശക്തി പ്രാപിച്ചിരുന്ന ഫ്യൂഡലിസം വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന, അത് മിലിറ്ററി പരമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം, മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ടാകാം, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതുണ്ടാകാം, അധികാരത്തിൻ്റെ ഘടനകൾ മാറിയത് മൂലമുണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ടാകാം. അങ്ങനെ വലിയൊരു കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിനെ മൊത്തത്തിൽ അടക്കി ഭരിച്ചിരുന്ന ഒരു സംവിധാനം പൂർണ്ണമായിട്ടും
തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ മതങ്ങളുടെ ഒരു അപ്രമാദിത്വം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി അതിൻ്റെ അധികാരത്തിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തുകയും ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടുകൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ തന്നെ ക്രിസ്ത്യാനിറ്റി വളരെ വലിയൊരു ശക്തിയായിട്ട് യൂറോപ്പിൽ വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിനെ നിർണായകമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് കൂടി മാറുന്നുണ്ട്. മൊണാസ്ട്രികൾ വരുന്നു, സന്യാസി ആശ്രമങ്ങൾ വരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി മതം, പ്രത്യേകിച്ച് ക്രിസ്തു മതം യൂറോപ്പിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്ന് മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു ഇതിൽ ഒപ്പുവെക്കാനായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് നിർബന്ധിതനായി തീർന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ മാഗ്ന കാർട്ടയുടെ ഒപ്പുവെക്കൽ ഇത്രയും പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഉടമ്പടി എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കുന്നത്. 1215 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജോൺ ഒപ്പുവെച്ച ഈ ഒരു നിയമ സംഹിത എന്ന് പറയുന്നത് ഇതിനെ ചെകുത്താൻ്റെ പ്രമാണമാണ്, അതിൽ ഒപ്പുവെക്കരുത് എന്നൊക്കെയാണ് അന്ന് ചർച്ച പറഞ്ഞിരുന്നത്. പക്ഷേ രാജാവിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, രാജാവ് എന്ന് പറയുന്ന അപ്രമാദിത്വത്തിനെതിരെ, അധികാര കേന്ദ്രത്തിനെതിരെ ആദ്യമായി മധ്യകാലഘട്ടത്തിലെ ജനങ്ങൾ ഒരു പ്രക്ഷോഭം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് രാജാധികാരം ദൈവദത്തമാണ് എന്നൊക്കെ കണക്കാക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ, അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് കണക്കാക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ രാജാവ് അങ്ങനെ ഒരു പരമാധികാരിയല്ല എന്നും ജനങ്ങൾക്ക് വിധേയനായിട്ട് കൂടിയാണ് രാജാവ് നിൽക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് രാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രഭുവർഗം ഉയർത്തിയ ആദ്യത്തെ ഒരു കലാപമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. അനധികൃതമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ, അതുപോലെ തന്നെ വേഗത്തിലും പക്ഷപാതിത്വ രഹിതമായിട്ടും നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിന് നൽകേണ്ട, ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന സംവിധാനത്തിൽ രാജാവിന് നൽകേണ്ട ഷെയറിൽ കുറവ് വരുത്തുന്നതിനും ഒക്കെ വേണ്ടി ഒപ്പുവെച്ച ഒരു നിയമസംഹിത എന്നുള്ള രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് നോക്കിയാലും ഇതിന് വളരെയധികം വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, ജനങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് രാജാവിൻ്റെ അധികാരത്തിനെതിരെ പ്രഭുവർഗം നടത്തിയതാണെങ്കിൽ പോലും ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ മധ്യകാലഘട്ടത്തിൽ നിന്നും നമ്മൾ ആധുനികതയിലേക്കുള്ള ഒരു പരിവർത്തനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1500-കൾ മുതൽ ഈ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്, പരിവർത്തന ഘട്ടം എന്ന് നമുക്ക് പറയാം. ഇവിടെയാണ് അറബ് ലോകത്തെയും ചൈനീസ് ലോകത്തെയും എല്ലാം ആശയങ്ങളും വിജ്ഞാനങ്ങളും എല്ലാം തന്നെ ലോകത്തിനെ വലിയ രീതിയിൽ സ്വാധീനിച്ച ഒന്നായി കാണാൻ പറ്റുന്നത്. ഫ്യൂഡലിസം തകരുകയും കാർഷിക രീതികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണിത്. മാരിടൈം പ്രവർത്തനങ്ങളിൽ, കടൽ വഴിയുള്ള വാണിജ്യ പ്രവർത്തനങ്ങളിൽ പുതിയ രീതികൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ പുതിയ കടൽ വഴിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അതോടുകൂടി സാമ്പത്തിക വ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഭരണപരമായിട്ടുള്ള മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭരണ കേന്ദ്രീകരണം സംഭവിക്കുന്നുണ്ട്. ഒട്ടും കേന്ദ്രീകരിക്കപ്പെടാത്ത ഭരണമായിട്ടാണ് നിലനിന്നിരുന്നത്. അവിടെ നിന്നും കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ട ഭരണ സംവിധാനത്തിലേക്ക് ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ മാറുകയും അത് ജനജീവിതത്തിനെയും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിനെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ഘടകമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിൻ്റെ ഉദയം സംഭവിക്കുന്നത്. ബൂർഷ്വാസി എന്ന് പറയുന്ന ആ ഒരു ക്ലാസിൻ്റെ ഉദയമാണ്. ഈ ഘട്ടത്തിൽ പള്ളിയുടെ അധികാരം എന്ന് പറയുന്നതും വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. ട്രാൻസ് അറ്റ്ലാന്റിക് പാതകൾ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്രം വഴി പുതിയ പ്രദേശങ്ങളിലേക്ക് മനുഷ്യർ പ്രയാണങ്ങൾ നടത്തുകയും പുതിയ മേഖലകൾ കണ്ടുപിടിക്കുകയും അത് രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ആഗോളതലത്തിലുള്ള ഒരു തരം ഏകീകരണം നടക്കുകയും കൂടി ചെയ്യുന്ന ഒരു സമയമാണിത്. വാണിജ്യം, വ്യവസായം എന്ന് മാത്രമല്ല, മിഷണറി പ്രവർത്തനങ്ങൾ, പുതിയ യുദ്ധമുറകൾ എല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നാഷൻ സ്റ്റേറ്റുകൾ, ദേശരാഷ്ട്രങ്ങൾ ഉദയം ചെയ്യുന്നുണ്ട്. ചെറിയ പ്രവിശ്യകളോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിർത്തികളുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന സംവിധാനങ്ങൾ വരികയാണ്. രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരായിട്ട് അവിടുത്തെ ജനസമൂഹം മാറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ്. പ്രധാനമായിട്ടും ഫ്രാൻസ്, ഇംഗ്ലണ്ടൊക്കെ പോലെയുള്ള രാജ്യങ്ങളിലാണ്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലും ചൈനയിലും ടർക്കിയിലുമെല്ലാം തന്നെ പുതിയ രാഷ്ട്രീയ ഘടനകൾ ഉണ്ടാവുകയും അത് വാണിജ്യത്തിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുമെല്ലാം വേറെ രീതിയിൽ അതിനെ സ്വാധീനിക്കുകയും ഇത് ജനജീവിതത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ ആയുധ നിർമ്മാണം, കടൽ യാത്ര എന്നിവയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതിയാണ് ഈ ഒരു ഘട്ടത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ ആധുനിക ലോകം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് എന്താണ് ആധുനിക ലോകം? പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമ്പത്തിക ഘടനകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ശാസ്ത്രത്തിൻ്റെയും യുക്തിചിന്തയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന് മാറ്റം വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഫെർണാൻഡ് ബ്രോഡൽ സാങ്കേതിക രംഗത്തുണ്ടായ ഈ ഒരു വിപ്ലവത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. യുദ്ധമുറകളിൽ മാറ്റം വരുന്നു, അച്ചടിയുടെ വ്യാപനമുണ്ടാകുന്നു, സമുദ്ര പ്രയാണങ്ങൾ, മാപ്പ് നിർമ്മാണം മുതലായ മേഖലകളിലൊക്കെ മനുഷ്യൻ പ്രാവീണ്യം കൈവരിക്കുമ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോളതരത്തിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വിപ്ലവം എന്ന് പറയുന്നത് വ്യവസായ വിപ്ലവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാനവ ചരിത്രത്തിനെ തന്നെ മാറ്റി എഴുതിയ, ആധുനിക സമൂഹത്തിന് രൂപം കൊടുത്ത ഒരു കാലഘട്ടം 18-19 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് അത്രയും കാലമുണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ചട്ടക്കൂടിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്കിനെ മാറ്റി എഴുതിക്കൊണ്ട് അത്രയും കാലം ജീവിച്ച ഒരു ജീവിത രീതിയിൽ നിന്നും മനുഷ്യർ വേറിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യമാണിത്. കാർഷിക കൈവേല സമൂഹമായിട്ടാണ് അത്രയും കാലം മനുഷ്യ സമൂഹം യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നത്. ഇത് വ്യാവസായിക യന്ത്രവൽകൃത ഉൽപാദനത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളുടെ ഒരു കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും കാലം കുടുംബങ്ങളിൽ ചെയ്തിരുന്ന ജോലികൾ, ചെറിയ കൈവേലകളിലൊക്കെ ഏർപ്പെട്ടിരുന്ന, കൃഷിയിടങ്ങളിൽ പണിയെടുത്തിരുന്ന ആളുകളെല്ലാം തന്നെ അത്തരം തൊഴിലുകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് കൂട്ടത്തോടുകൂടി മൈഗ്രേറ്റ് ചെയ്യുകയും ഒരു പ്രയാണം നടത്തുകയും, പ്രോളിറ്റേറിയനൈസേഷൻ ഓഫ് ദ ലേബർ എന്ന് ഇതിനെ പറയാറുണ്ട്. കർഷകർ എങ്ങനെയാണ് ഇത്തരത്തിൽ വ്യവസായവൽകൃത സമൂഹത്തിലെ തൊഴിലാളികളായി മാറുന്നത് എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് നമുക്ക് കാണാം. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ആരംഭിക്കുകയും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്ത ഒരു പ്രക്രിയയാണിത്. ജനസംഖ്യയിലും പ്രതിശീർഷ വരുമാനത്തിലും എല്ലാം തന്നെ വലിയ രീതിയിൽ ഈ കാലഘട്ടത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്, ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ട്, നൂൽനൂൽപ്പ് യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമുണ്ട്, ജലയന്ത്രം, ആവിയന്ത്രം പോലെയുള്ള മെഷീൻസ് വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമായത് തുണി മില്ലുകളുടെ രംഗത്താണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ പോലെയുള്ള പ്രദേശങ്ങളാണ് ഇതിൻ്റെ കേന്ദ്രമായിട്ട് നിന്നിരുന്നത്. വലിയ രീതിയിലുള്ള അനന്തരഫലങ്ങളും ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ഫാക്ടറികളുടെ ആവിർഭാവമാണ്. ചെറുകിട മേഖലയിൽ നിന്നും വലിയ രീതിയിലുള്ള മെക്കനൈസ്ഡ് പ്രൊഡക്ഷനിലേക്ക് ഫാക്ടറികളിലൂടെ ഉൽപ്പാദനം നടത്തുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ഗതാഗത രംഗത്തെ പുരോഗതി ഉണ്ടാകുന്നുണ്ട്, വ്യവസായങ്ങളുടെ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളോടൊപ്പം തന്നെ എന്താണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നാളും ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൂഷണത്തിൻ്റെ പുതിയ രീതിയിലുള്ള വശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന രണ്ട് ഡിവിഷൻസ് ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് ഉണ്ടായി വരികയാണ്. കുറഞ്ഞ കൂലിക്ക് കൂടുതൽ സമയം പണിയെടുക്കാൻ നിർബന്ധിതരായ
നിർബന്ധിതരായിട്ടുള്ള ഒരു ഇംപോവറിഷ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളി വർഗം രൂപം കൊള്ളുന്നു. പ്രകൃതിക്കും ആവാസ വ്യവസ്ഥയ്ക്കുമെല്ലാം വലിയ രീതിയിൽ കോട്ടങ്ങൾ തട്ടിയതിനെ കുറിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാസ് ഹങ്കർ എന്ന് പറയാവുന്ന രീതിയിൽ പട്ടിണി കിടക്കുന്ന വലിയൊരു ജനസമൂഹം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. പോഷകാഹാരങ്ങളുടെ കുറവ് സംഭവിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കമുള്ളവർ ഒരുപാട് സമയം ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിഭവങ്ങളുടെ ദൗർലഭ്യം ഉണ്ടാകുന്നുണ്ട്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ തീർത്തും അപകടകരമായിട്ടുള്ള തൊഴിൽ ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരായിത്തീരുന്ന സാഹചര്യം വരുന്നുണ്ട്. നഗരങ്ങളിലെ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇടങ്ങളിൽ താമസിക്കേണ്ടി വരുന്നുണ്ട് ജനങ്ങൾക്ക്. അതുപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ആഘോഷങ്ങൾക്കെല്ലാം തന്നെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇതിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന നിയമങ്ങൾ വരുന്ന കാലഘട്ടം കൂടെ ഈ ഒരു വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നാളും നിലനിന്നിരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും പുതിയൊരു സാമ്പത്തിക ക്രമം ഉണ്ടായി വരികയും അത് മനുഷ്യ സാമൂഹ്യ ജീവിതത്തിനെ വളരെ ദോഷകരമായിട്ട് ഒരു വലിയൊരു ശതമാനം ജനങ്ങളെ ബാധിക്കുകയും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ടായി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു അനന്തരഫലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ആധുനിക കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇസം ആയിട്ട് നമുക്ക് പറയാവുന്നത് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതും ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം അവരെക്കാൾ ശക്തി കുറഞ്ഞ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് നമുക്ക് കൊളോണിയലിസം എന്ന് പറയാനായിട്ട് പറ്റുന്നത്. മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സംവിധാനം 15 മുതൽ 20 നൂറ്റാണ്ടുകൾ വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ലോകമെമ്പാടും ഇത്തരത്തിൽ കപ്പലുകൾ വഴി പുതിയ പാതകൾ കണ്ടുപിടിച്ച് പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുകയും കച്ചവടത്തിനായി ചെന്നുകൊണ്ട് പിന്നീട് ഈ പ്രദേശങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടേക്ക് കടന്നു കയറിക്കൊണ്ട് അധികാരം കൈയാളുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് ഏഷ്യയിൽ മാത്രമല്ല, ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിരവധി കോളനികൾ ഉണ്ടാവുകയും ചൂഷണത്തിൻ്റെ പുതിയ രീതികൾ ഉണ്ടാവുകയും അടിച്ചമർത്തലിൻ്റെ പുതിയ രീതികൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അഗെയിൻ അതൊരു ലാറ്റിൻ വേർഡാണ്. കൃഷിസ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് അർത്ഥം വേറെ രീതിയിലാണ് വരുന്നത്. ആധുനിക കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചത് സ്പെയിനും പോർച്ചുഗലും പോലെയുള്ള രാജ്യങ്ങളാണ് ഇത്തരത്തിൽ പ്രയാണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും. പിന്നീട് 17-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലൻഡ്സ്, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കോളനികൾ ഉണ്ടാക്കുന്ന ഒരു രീതി കാണുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1914 എത്തുമ്പോഴേക്കും, അതായത് 1-ാം ലോക മഹായുദ്ധമൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും ഒട്ടുമിക്ക ലോകത്തിലെ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി മാറി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലതരത്തിലുള്ള കൊളോണിയലിസത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. മുതലാളിത്തത്തിൻ്റെ പല വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. മതപരമായതും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായിട്ടുള്ള കാരണങ്ങളാൽ അവിടെ താമസിച്ചു പോന്നിരുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ഈ അധിനിവേശ ശക്തികൾ താമസിക്കുന്ന ഒരു സംവിധാനം. അതിനുദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ്. പിന്നീട് എക്സ്പ്ലോയിറ്റേഷൻ കൊളോണിയലിസം എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്. പ്രകൃതി വിഭവങ്ങളെയും തൊഴിലിനെയും എല്ലാം ചൂഷണം ചെയ്ത് അധീശത്വം സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് പ്രധാനമായിട്ടും ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള കൊളോണിയലിസം. പിന്നീട് സറോഗേറ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന മറ്റൊരു വേരിയേഷൻ കൂടെ അതിനുണ്ട്. അത് ഭരണവർഗത്തിൽ പെടാത്ത വ്യത്യസ്ത വംശങ്ങളിൽ പെടുന്നവരെ ഒരു സെറ്റിൽമെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കോളനികളിൽ കൊണ്ട് താമസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ടാണ് കാണാൻ പറ്റുന്നത്.
എന്താണ് കൊളോണിയലിസത്തിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോളനികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്കാണ് ഈ ഒരു സംവിധാനം നയിച്ചത്. സാമ്പത്തികപരമായിട്ട് പൂർണ്ണമായും അടിയുകയാണ്. പൂർണ്ണമായ കോളനികളായി മാറുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയൊക്കെ ഒരു ബ്രിട്ടൻ്റെ ക്ലാസിക് കോളനി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിൽ പൂർണ്ണമായിട്ടും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിട്ടുള്ള ധാക്ക, മസ്ലിൻ ഒക്കെ പോലെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണം നടക്കുന്നു. ഭൂമിയില്ലാത്ത കർഷകരുടെ എണ്ണം കൂടി വരുന്നു. ഇടനിലക്കാരായിട്ടുള്ള മണി ലെൻഡേഴ്സിൽ നിന്നും പണം കടം വാങ്ങാൻ ജനങ്ങൾ നിർബന്ധിതരായി തീരുന്നു. ഇങ്ങനെ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും പൂർണ്ണമായും അധിനിവേശത്തിന് കീഴ്പ്പെട്ട പ്രദേശങ്ങളായിട്ട് ഈ കോളനികൾ മാറുന്ന ഒരു കാഴ്ച ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിമത്തത്തിൻ്റെ ഒരു എന്താ പറയുക ശക്തിപ്പെടലാണ്. അടിമത്ത സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന മെസപ്പട്ടോമിയൻ കാലഘട്ടത്തിൽ തന്നെ സുമേറിയയിലും ഒക്കെ തന്നെ നമുക്ക് അടിമകളെ കാണാൻ സാധിക്കും. റോമൻ സാമ്രാജ്യത്തിൽ നിരവധി അടിമകളുണ്ടായിരുന്നു. അടിമകളെ ചൂഷണം ചെയ്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് പിന്നീട് ഫ്യൂഡലിസത്തിലും ഉണ്ടായിരുന്നത്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ എത്തുമ്പോൾ അടിമത്തത്തിന് സംഭവിക്കുന്നത് ഒരു മെൻറ്റാലിറ്റിയാണ്. അതായത് സ്വാഭാവികമായി തന്നെ ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടിയ വംശീയമായി നിങ്ങളെക്കാൾ കൂടിയ വിഭാഗമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ആഫ്രിക്കക്കാരെ പ്രധാനമായിട്ടും തൊഴിലിൻ്റെ ഉറവിടങ്ങളായിട്ടാണ് കണ്ടിരുന്നത്. ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രവൃത്തി ഇതിനൊരു ട്രയാങ്കിൾ ട്രേഡ് എന്നുള്ള രീതിയിലും വിളിക്കാറുണ്ട്. നമ്മളിതിനൊരു ത്രികോണം എന്നുള്ള രീതിയിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഒരറ്റത്ത് നിന്നും യൂറോപ്യൻസ് പല തരം സാധനങ്ങളുമായി ആഫ്രിക്കയിൽ എത്തുന്നു. തുണികൾ, തോക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എത്തുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ പാസേജ് എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് മനുഷ്യരെ അടിമകളാക്കിക്കൊണ്ട് ആഫ്രിക്കൻ കരീബിയൻ പ്രദേശങ്ങളിലുള്ള പ്ലാന്റേഷൻസിൽ തോട്ടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ തോട്ടങ്ങളിൽ ഈ അടിമകളാക്കിയ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളെല്ലാം തന്നെ തിരിച്ച് യൂറോപ്പിലെത്തിക്കുന്ന ഒരു സംവിധാനമാണ് കാണാൻ സാധിക്കുന്നത്. ഈ അടിമത്തത്തിൽ നിന്നും ലോകം മോചനം നേടിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയും നിയമനിർമ്മാണങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ അടിമത്തത്തിൽ നിന്നും ഒരു പരിധിവരെ. പക്ഷെ ആ മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിയമപരമായിട്ട് ഇതിനെ മറികടക്കാനായിട്ട് സാധിച്ചത്. പിന്നെ അങ്ങോട്ടുള്ള കാലഘട്ടം 2 ലോകമഹായുദ്ധങ്ങളിലൂടെയൊക്കെ ലോകം കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഇതിനെയാണ് നമ്മൾ ഡീകോളനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കോളനികളിൽ നിന്നും കോളനിവൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെ ജനങ്ങൾ മുക്തരാകുന്ന പല പ്രദേശങ്ങളിലും പല മെത്തേഡ്സാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ, സ്വയംഭരണാവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, അങ്ങനെ 1960 ആകുമ്പോഴേക്കും ഇത് ഒരു മൗലിക അവകാശമായി യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് കാണാൻ പറ്റുന്നത്. ദേശീയത അല്ലെങ്കിൽ ദേശീയവാദം എന്ന് പറയുന്ന ആശയം പുതിയ മാനങ്ങൾ കൈവരിക്കുകയും ദേശരാഷ്ട്രങ്ങൾ രൂപം കൊള്ളുകയും ഈ ദേശരാഷ്ട്രങ്ങളിലെ പൗരന്മാരാണ് ഞങ്ങൾ എന്നുള്ള ഒരു ധാരണ വരികയും കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുടെയും ഭരണഘടനയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ആധുനിക രാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്ന രീതിയിലേക്ക് സമൂഹം പരിവർത്തനപ്പെടുകയും അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇതിനു മുൻപ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിപ്ലവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അന്ന് വരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേട്ടിട്ടില്ലാത്ത മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വരികയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നമ്മുടെ സഹോദര തുല്യരാണ് എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വരികയും ഈ മുദ്രാവാക്യം ഫ്രാൻസിനെ മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇൻക്ലൂഡിങ് ഇന്ത്യയിലെ ടിപ്പു സുൽത്താനെ വരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഫ്രഞ്ച് റവല്യൂഷൻ എത്തുകയും അതിൻ്റെ ആശയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുകയാണ്.
അമേരിക്കൻ വിപ്ലവം നടക്കുമ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുകയാണ്. മനുഷ്യൻ അവൻ്റെ അവകാശത്തിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചൈനയിൽ വിപ്ലവം നടക്കുന്നു, റഷ്യയിൽ വിപ്ലവം നടക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ട കാർഷിക വിപ്ലവത്തിൽ തുടങ്ങി, നാഗരിക വിപ്ലവത്തിൽ തുടങ്ങി, പിന്നീട് വ്യവസായ വിപ്ലവം നടക്കുന്നു, തുടങ്ങി ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഫ്രഞ്ച് വിപ്ലവം പോലെയുള്ള സംഭവങ്ങൾ വരുന്നു. 2 ലോകമഹായുദ്ധങ്ങൾ കഴിയുന്നു, ഡീകോളനൈസേഷൻ നടക്കുന്നു, ദേശരാഷ്ട്ര രൂപം കൊള്ളുന്നു. ഇവിടെ അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള പൗരന്മാരായിട്ട് മനുഷ്യന്മാർ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹണ്ടിങ് ഗ്യാതറിംഗ് സ്റ്റേജിൽ നിന്നും ഇന്നത്തെ ആധുനിക സമൂഹം വരെയുള്ള മനുഷ്യൻ്റെ ഈ ഒരു പ്രയാണം എന്ന് പറയുന്നതിലെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രഭാഷണത്തിൽ പരാമർശിച്ചു പോകാൻ പറ്റിയിട്ടുള്ളത്. ടച്ച് ചെയ്യാത്ത നിരവധി വിഷയങ്ങളുണ്ട്. അത്രയും ബൃഹത്തായൊരു വിഷയമാണ്. അതിൻ്റെ പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു.